കോട്ടയം പട്ടണത്തിലെ ഈ പുരാതനമായ ദേവാലയം ദൈവമാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്നതാണ്. ജനുവരി മാസം 13 ഈ ദേവാലയത്തെ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് മഹാഗ്രഹയായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. പാരമ്പര്യത്തിൻ്റെ പകിട്ടും പൗരാണികതയും കൈകോർത്ത് നിൽക്കുന്നതിനാൽ ഈ ദേവാലയത്തിലേക്ക് ധാരാളം വിദേശ ടൂറിസ്റ്റുകൾ ആകർഷിക്കപ്പെടുന്നു. വിശുദ്ധ മദ്ബഹായിലെ ചുവർ ചിത്രങ്ങൾ പച്ചില ചാറുകൾ കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ കർത്താവിൻ്റെ ജനനം മുതൽ ഉയർപ്പ് വരെയുള്ള സംഭവങ്ങളാണ് ഈ ചിത്രങ്ങളിലൂടെ നാം ദർശിക്കുന്നത്. ആദ്യകാല ദേവാലയങ്ങളെല്ലാം തന്നെ വിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലുള്ളതാണ് എന്ന് നമുക്കറിയാം. അതിൽ അദ്വിതീയമായ ഒരു സ്ഥാനമാണ് കോട്ടയം ചെറിയ പള്ളി അഥവാ കോട്ടയം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് മഹായിടവകയ്ക്ക് ഉള്ളത്. വിശുദ്ധ മദ്ബഹായുടെ ഭിത്തിയിൽ കാണുന്ന മാതാവിൻ്റെയും കുഞ്ഞിൻ്റെയും മാലാഖമാരുടെയും ചിത്രം ചൈതന്യം തുളുമ്പുന്നവയാണ്. പള്ളിയിലെ വിശുദ്ധ മാമോദിസ തൊട്ടി ഒറ്റക്കല്ലിൽ തീർത്തതാണ് എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ്. നൂറ്റാണ്ടുകളായി അനേക തലമുറകൾക്ക് വിശുദ്ധ മാമോദിസ എന്ന കൂദാശ ഈ മാമോദിസ തൊട്ടിയിലൂടെ നൽകപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പള്ളിയിലെ ഈ നിലവിളക്ക് അതിപുരാതനവും അനേകർക്ക് പ്രഭ ചൊരിഞ്ഞു കൊടുക്കുന്നതുമാണ്. വിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതായ ഈ ദേവാലയത്തിൽ വിശുദ്ധ ദൈവമാതാവ് അണിഞ്ഞിരുന്ന തിരുവസ്ത്രത്തിൻ്റെ ഒരംശം ഈ ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. അത് മുത്തി അനേകർ അനുഗ്രഹം പ്രാപിക്കുന്നുമുണ്ട്. AD 1579 നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയം നൂറ്റാണ്ടുകളായി സഭാവിശ്വാസികളുടെ ആത്മീയ ധാരയായി നിലകൊള്ളുന്നു. പുരാതന പ്രസിദ്ധമായ ഈ ദേവാലയം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് പരിശുദ്ധന്മാരായ പിതാക്കന്മാരെ പ്രദാനം ചെയ്തിട്ടുണ്ട്. ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിൽ ഒട്ടേറെ പ്രത്യേകതകൾ ദൃശ്യമാണ്.
കാലങ്ങൾക്ക് മുമ്പ് ഇടവക ജനങ്ങൾ ഞായറാഴ്ച നടക്കുന്ന പള്ളി ആരാധനയിൽ സംബന്ധിക്കുവാൻ മൈലുകൾ താണ്ടി ഈ ദേവാലയത്തിൽ എത്തിച്ചേരുമായിരുന്നു. തലേദിവസം തന്നെ ഈ ദേവാലയത്തിൽ എത്തിച്ചേരുകയും ഈ തട്ടിൽ അവർ വിശ്രമിക്കുകയും ചെയ്തിരുന്നു. ആന ചവിട്ടിയാൽ പോലും തകർന്നു വീഴാത്ത പുറം മതിൽക്കെട്ടുകളാണ് ഈ പള്ളിക്കുള്ളത്. അതിൻ്റെ നിർമ്മാണം ആരെയും അതിശയിപ്പിക്കുന്നതും പുരാതന മേന്മയുള്ളതും മനോഹരവുമാണ്. വലിയ പള്ളിയിലായി കൂടിക്കൊണ്ടിരുന്ന ഇടവകങ്ങളിൽ നമ്മൾ ചെറുപള്ളി വെക്കാൻ 29 കൊല്ലത്തോളം അവിടെ കൂടിക്കഴിഞ്ഞിട്ടാണ് ചെറുപള്ളി സ്ഥാപിച്ചത്. കൊല്ലവർഷം 754 മകരമാസം 6-ാം തീയതി വ്യാഴാഴ്ചയാണ് കോട്ടയം ചെറുപള്ളി സ്ഥാപിച്ചത്. കോട്ടയം കരയിൽ പള്ളി സ്ഥാപിക്കുന്നതിന് അനുവാദം കിട്ടാൻ പ്രയാസമുണ്ടായപ്പോൾ രാജാവിൻ്റെ പ്രത്യേക അനുമതി പ്രകാരം നമ്മുടെ ചെറുപള്ളി ഇരിക്കുന്ന സ്ഥലം വേളൂർ കരയാക്കുകയും അവിടെ പള്ളി സ്ഥാപിക്കുകയാണ് ചെയ്തത്. പള്ളി പുതിയോ ഒരു സ്വർണ്ണ കൊടിമരം വെക്കാൻ വേണ്ടി തീരുമാനിക്കുകയുണ്ടായി. അതിൻ്റെ ഫണ്ടിങ് എങ്ങനെ നടത്തുമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ യുവജന പ്രസ്ഥാനം ഏറ്റെടുക്കുകയും അത് യുവജന പ്രസ്ഥാനത്തിൽ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച അംഗങ്ങളോട് പറയുകയും മുഴുവൻ തുകയും അവർ അയച്ചു തരികയും അങ്ങനെയാണ് ചെറിയ പള്ളിക്ക് അഭിമാനമായ ഒരു കൊടിമരം നമുക്ക് സ്ഥാപിക്കാൻ സാധിച്ചത്. വർഷം മുൻപ് നിർമ്മിച്ച പാരീഷ് ഹാൾ നവീകരിച്ച് വളരെ മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. കോട്ടയത്തുള്ള പാരീഷ് ഹാളിൽ ഏറ്റവും മികവുറ്റ ഹാളായി ഇപ്പോൾ ഇത് മാറ്റപ്പെട്ടു. ഇതിൻ്റെ നവീകരണത്തിന് അക്ഷീണം പരിശ്രമിച്ച മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. നേരത്തെ 2002 സെവറസ് തിരുമേനി ഉദ്ഘാടനം ചെയ്തതാണ്. പിന്നീട് കാലാകാലങ്ങളിൽ ചെറിയ ചെറിയ പരിഷ്കരണങ്ങളൊക്കെ വരുത്തിയതല്ലാതെ ഇത്രയും വലിയൊരു പരിഷ്കരണത്തിലോട്ട് വരുന്നത് ആദ്യമായിട്ട്. മെമ്പേഴ്സ് ആരാണ്, അവരുടെ സ്റ്റാറ്റസ് എന്താണ്, ഇതെല്ലാം ഒരു ഓഫീസിൽ വന്ന് എങ്ങനെ അവർക്ക് അറിയാൻ പറ്റുന്നോ അതെല്ലാം അവർക്ക് ഓൺലൈനിൽ അവരുടെ വീട്ടിൽ ഇരുന്നാൽ അറിയാൻ പറ്റും. പിന്നെ അവർക്ക് അവിടെ നിന്നുകൊണ്ട് ഈ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ അടയ്ക്കാൻ വേണ്ടിയുള്ള സംവിധാനമുണ്ട്. ഇവിടെ നെറ്റ് ബാങ്കിങ് വഴി അത് അടയ്ക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ ഫാമിലി ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമായിരുന്നു, കഴിഞ്ഞ കൊല്ലം ചെയ്തതാണ്. ഇത്രയും നമ്മുടെ ഇടവകയിലെ ആളുകളെല്ലാം ഗൂഗിൾ മാപ്പ് വഴി നമ്മൾ പ്ലോട്ട് ചെയ്യാൻ സാധിച്ചു. ഇന്ന് വരുന്ന മെസ്സേജാണ്, ഒരാൾ മരിച്ചാൽ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. അത് മറ്റു പള്ളികൾക്കൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് നമുക്ക്. നമ്മുടെ IT ടീമിൻ്റെ അതുപോലെ ജന്മദിന മെസ്സേജുകൾ എല്ലാ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഈ ജന്മദിനത്തിൻ്റെ മെസ്സേജുകൾ വരും. അതുപോലെ എന്തെങ്കിലും പ്രോഗ്രാമുകൾ ഇവിടെ പള്ളിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെസ്സേജുകൾ, ഇങ്ങനെയുള്ളൊരു സംവിധാനമൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയത് നമ്മുടെ മാത്രം പ്രത്യേകതയാണ്.